എനിക്ക് അപ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഒരാൾ നമ്മളെ കൂടെ വേണമെന്നുള്ള ആ ഒരിത്. അപ്പം ഞാൻ ഇതെല്ലാം ട്രീറ്റ്മെൻറ്റെല്ലാം കഴിയത്തെന്ന് പറഞ്ഞു അങ്ങനെ നിന്നു. അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്നോടൊരു റിക്വസ്റ്റ് തന്നു, താൻ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോവാതെ തനിക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരാൾ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇവിടെ കരമന എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ വന്നത് ഭീമ എന്ന് പറഞ്ഞ ഇത്താനെ കാണാനാണ്. പക്ഷെ അവർ ഒരു മുസ്ലിമായിട്ടല്ല ഇപ്പോൾ ജീവിക്കുന്നത്. അവർക്കിപ്പോൾ മതവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ മതവും കാര്യങ്ങളൊന്നും നോക്കാണ്ട് കല്യാണം നോക്കുന്നതാണ്. അവർ ഒരു മുസ്ലിം കുടുംബത്തിലായിരുന്നു ജനിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ഹിന്ദു യുവാവുമായിട്ട് പ്രണയിച്ചു, വീട് വിട്ടിറങ്ങി. അപ്പോൾ അതിനുശേഷമാണ് ആ ഹിന്ദു യുവാവിന് വേറൊരു ഭാര്യയും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ബന്ധം വേർപെടുത്തിയതാണ്. അതിലൊരു മകനുണ്ട്, മകന് ആ ഭർത്താവിൻ്റെ കൂടെയാണ്. അപ്പോൾ അങ്ങനെ വീട് വിട്ടിറങ്ങുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ കുറച്ച് കാലം ഹിന്ദുവായിട്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതാണ്. ഇപ്പോൾ ആൾക്ക് മതമില്ല. നമുക്ക് അവളെ പരിചയപ്പെടാം. അതിന് മുമ്പ് ആളുടെ സംസാരം ചെറിയൊരു ക്ലിയർ കുറവുണ്ടാവും. കാരണം ആൾക്ക് കുറച്ച് അടുത്തായിട്ട് ഒരു ക്യാൻസർ വന്നു നാക്കിൽ. ഇപ്പോൾ അത് കീമോ ഒക്കെ ചെയ്ത് പരിപൂർണമായിട്ട് ഭേദമായി. അപ്പോൾ നാക്കിൽ ക്യാൻസർ വന്നപ്പോൾ അതൊരു ഭാഗം കട്ട് ചെയ്ത്, അതുകൊണ്ട് സംസാരത്തിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ടാവും കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എന്തൊക്കെയാണ് വിശേഷം? എന്നെ കരയാണോ? ഇതിലൂടെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എത്തിയിരിക്കുകയാണ് അല്ലേ? ഇനിയിപ്പോൾ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്നൊരു കാരണം ഒറ്റയ്ക്കായപ്പം ഇതുവരെ പോവാമെന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു. അത്രയും ബോർഡായി ഞാനും ആദ്യം വന്നു. പക്ഷേ ഈ ഒരു വന്നപ്പോൾ എനിക്ക് ആ ഒരു ഇതെൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങ് പോയി. കാരണം ഒറ്റയ്ക്ക് പറ്റില്ല എന്നുള്ള ഒരു. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്തെങ്കിലും വേറൊന്നുമില്ല, ഇതിനകത്ത് കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരും അറിയില്ല ആ ഒരിത്. അല്ലാതെ എനിക്ക് വലിയ സ്വപ്നം കൊണ്ട് വലിയ ആഗ്രഹങ്ങളോ അതൊന്നും അല്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്കൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോവേണ്ടി വരും. അപ്പം എനിക്ക് പുറത്തുനിന്ന് ആരെങ്കിലും ഒരാളുടെ സഹായം തേടേണ്ടി വരുമായിരുന്നു. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കടന്നു പോയപ്പം എനിക്ക് ആരും ഇല്ലാത്തതിൻ്റെ ആ ഒരു ശരിക്കുള്ളൊരു വേദന എനിക്ക് അപ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഒരാൾ നമ്മളെ കൂടെ വേണമെന്നുള്ള ആ ഒരിത്. അപ്പം ഞാൻ ഇതെല്ലാം ട്രീറ്റ്മെൻറ്റെല്ലാം കഴിയത്തെന്ന് പറഞ്ഞു അങ്ങനെ നിന്നു. അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്നോടൊരു റിക്വസ്റ്റ് തന്നു, താൻ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോവാതെ തനിക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരാൾ. അതായത് നമുക്ക് വേറെ ഒന്നും വേണ്ട, നമ്മളൊന്നും പോകുമ്പോൾ നമ്മളെ കൂടെ വരാനോ അല്ലെങ്കിൽ നമുക്കൊരു ഒന്ന് സംസാരിക്കാമല്ലോ. ഞാൻ ഈ 4 ചുവരിനകത്തായിരുന്നു ഇത് വരാം. അപ്പോൾ ആ ഒരു ചെറിയൊരു ഹെൽപ്പ്, അത് എന്നെക്കൊണ്ട് പറ്റുന്ന എന്ത് ഹെൽപ്പും ഞാൻ തിരിച്ച് ചെയ്യാൻ അത്രയും ഞാൻ ബോർഡായിട്ട് പോകുന്ന ഒരാളാണ്. അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മൾ തളർന്നു പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സൊല്യൂഷൻ നോക്കിയതാണ്. കാരണം തീർച്ചയായിട്ടും നമുക്കൊരു പാർട്ട്ണർ നിർബന്ധമാണ്. ഒറ്റക്കാവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഭീമയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോൾ 47 വയസ്സായി. 47. നമുക്കൊരു 55 വരെയൊക്കെ നോക്കാം അല്ലേ? നമുക്ക് ദൂരവും മറ്റു കാര്യങ്ങളൊന്നും വിഷയമില്ലല്ലോ. എവിടെയാണെങ്കിലും അങ്ങോട്ട് പോകാൻ തയ്യാറാണല്ലോ. ഇപ്പോൾ ഇവിടെ വാടകയ്ക്കാണ് നിൽക്കുന്നത് അല്ലേ? സ്വന്തമായിട്ട് വീട് സ്ഥലമില്ല. എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നത് ഞാനത് വിറ്റിട്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയത്. അതുകൊണ്ട് എനിക്ക് ആരുടെ മുമ്പിലും പോയി കഴിഞ്ഞിട്ടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി മുമ്പോട്ട് പോകുമ്പോൾ എന്തായാലും ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എൻ്റെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തിനോ ഒന്നും ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഈ ഒരു അസുഖം വന്നു എന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ നാട്ടിലാണ് വന്നത്. അപ്പോൾ എൻ്റെ കരുത്തിന് താഴോട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ആ ഒരു നാക്കത്രയും റിമൂവ് ചെയ്തെന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ ഭീമേൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കുന്ന നല്ല ഒരു പാർട്ട്ണർ
അത്രേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഭാര്യ മരിച്ച് അസുഖം അവരെ എക്സ്പെക്ട് ചെയ്താൽ മാത്രം മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. അവരുടെ സ്വത്തോ മുതലോ അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ഈ അസുഖം ഈ വരുന്ന ആളൊന്ന് അപ്സെറ്റ് ചെയ്ത് വന്നാൽ മാത്രം മതി. അതെ, അവർക്ക് എന്തിത് വന്നാലും ഞാൻ അവരൊക്കെ കത്തച്ച് കൂടെ നിൽക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ ഉണ്ടാകുന്ന ഒരാളായിരുന്നു. ഫിസിയോതെറാപ്പിയാണ് നിങ്ങൾ പഠിച്ചത്? ഞാൻ പഠിച്ചത് ഫിസിയോതെറാപ്പിയാണ്. ഞാൻ വർക്ക് പോയി ചെയ്തുകൊണ്ടിരുന്നതാണ്. എൻ്റെ ഈ അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ ആ ജോലി റിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ ഒരു 12 കിലോമീറ്റർ ആയിരുന്നു ഞാൻ പോയി ഒരു ഹോസ്പിറ്റലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് എനിക്കിവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. അതായത് ഞാൻ വീട്ടിൽ പോയി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അറിയുന്നവർ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കൊരു പേഷ്യൻറ്റിന് ഇപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാൻ പോകുന്നുണ്ട്. ആ പേഷ്യൻറ്റിനെ പോയി ചെയ്തിട്ട് ഞാൻ വരും. അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യം എൻ്റെ ചിലവിനുള്ള പൈസ എനിക്കത് മതിയാവും. എൻ്റെ ബാധകയും എന്ത് ചിലവും. കാരണം എനിക്കിപ്പം വേറെ മതമോ അങ്ങനെ ഒന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഭാര്യ മരിച്ചതും അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതും ഒറ്റയ്ക്ക് ജീവിക്കുന്നതും അങ്ങനെയുള്ള ആലോചനയൊക്കെ നമുക്ക് പറ്റും. സാധാരണ ഒരു കൂലിപ്പണിയായാലും സാരയില്ല, ജോലി ചെയ്ത് നമുക്ക് കഴിയാനുള്ള ഒരു സമ്പാദ്യം ഉണ്ടായാൽ മാത്രം മതി. യാതൊരു കണ്ടീഷനും കാര്യങ്ങളൊന്നും ഇല്ല. പൊന്നുപോലെ നോക്കിക്കോളൂ അല്ലേ? നല്ല അതുപോലെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ 15 വർഷം ഞാനാണ് നോക്കിയത്. എന്നല്ല ആളെ നോക്കിയത്. ഞാൻ ജോലി ചെയ്ത് അയാളെ നോക്കിയത് ചെയ്തത്. അപ്പം ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നെ ഒരിക്കലും ഇനി ഒരു ചതിവ് വരരുതെന്നുള്ള. കാരണം ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം പിന്നെ എന്നെ അവോയ്ഡ് ചെയ്യുന്ന ഒഴിവാക്കും. ഇപ്പം ഈ പറയുന്ന എൻ്റെ ഇവിടെ മുതൽ കാസർഗോഡ് വരെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഫാമിലി ഉണ്ട്. അവരുടെ സപ്പോർട്ടിലാണ് ഇപ്പോഴും ഞാൻ മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തൊന്ന് ഞാൻ സൂസൈഡ് ചെയ്തതായിരുന്നു. പക്ഷെ അത് പോവാതെ പോകുന്നത് അവരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. നമ്മൾ ജാതി മതമൊന്നും നോക്കുന്നില്ല അല്ലേ? ഇല്ല, നമ്മൾ ഒരു മനുഷ്യനായിരിക്കും മതി. എനിക്കത് മാത്രമേ വേണ്ടി. ഒരു ചതിയോ പറ്റിപ്പോ വഞ്ചനയോ ആദ്യം ഒരു രീതിയിലും വേദനിപ്പിക്കാതെ പോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം. കാരണം ഞാൻ ആരെയും ഒരു വഴക്കിനോ ഒന്നിനും പോകാത്ത ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ, കാരണം ഒച്ച ബഹളോ അവർ വഴക്കൊന്നും ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരാൾ. കാരണം ഇനിയുള്ള കാലം എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ആ പോകുന്നിടത്തോളം സമാധാനമായിട്ട് പോകണമെന്നുള്ളൊരാഗ്രഹം. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ? അത്രയും ആൾക്കൊരു വീടുണ്ടായിരിക്കണം, സ്വന്തമായിട്ടൊരു വീടും ഇതും ഉണ്ടായിരിക്കണം. വാടക വീട്ടിലാവരുത്. ആഗ്രഹമാണ്. കാരണം ഞാൻ ഇതുവരെ ഞാൻ വാടക കൊടുത്തൊക്കെ തന്നെ. അപ്പം ആൾക്കെങ്കിലും ഒരു വാടക വീടല്ലാത്തൊരു വീട്, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക്. വേറെ ഒന്നും വേണ്ട എനിക്ക്. അപ്പോൾ അത്രേ കാര്യങ്ങളുള്ളൂ. വ്യക്തമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 55 വയസ്സിൻ്റെ ഉള്ളിലുള്ള ജാതി മതം ഒന്നും നോക്കുന്നില്ല. ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരെയും സ്വീകരിക്കും. സ്വന്തമായിട്ടൊരു വീടുണ്ടായിരിക്കണം. ജോലിക്ക് പോയിട്ട് നോക്കണം. വേറെ യാതൊരു കണ്ടീഷനും ഡിമാൻഡും കാര്യങ്ങളും ഒന്നുമില്ല. കുടുംബക്കാരും ആരും ഇല്ലാത്തതാണ്. കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒഴിവാക്കിയതാണ്. ഈ ഒരു വേറെ മതസ്ഥനെ കല്യാണം കഴിച്ചത് കൊണ്ട് അങ്ങനെ ഒഴിവായി പോയതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാൻ പറയാനൊന്നും ആരും ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ഒരു കല്യാണം നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് ഇതിൽ പിന്നെ നമ്മളിതിൽ ഈ നമ്മുടെ ആപ്പിൽ ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വരാം. ഇനി നിങ്ങൾ ഈ ആപ്പിൽ വീഡിയോ കാണുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ മുമ്പോട്ട് വരാം. റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്പർ കിട്ടുള്ളൂ. റിക്വസ്റ്റ് ചെയ്യുക, ഇവർ അക്സെപ്റ്റ് ചെയ്താലേ നമ്പർ കിട്ടുള്ളൂ. ഡിസ്ക്രിപ്ഷനിലൊന്നും നമ്പർ ഇടുകയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വിഷയമുള്ള ആൾക്കാരാണെങ്കിലും ഇതേപോലെ ആൾക്കാർ കാണാണ്ട് പബ്ലിക്കായിട്ട് ഇടാണ്ട് പബ്ലിക്കായിട്ട് ഷെയർ കമൻറ്റ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും പേടിയുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ ആപ്പിൽ ചെയ്താലൊന്നും പ്രശ്നമില്ല. സെക്യൂർ ആയിരിക്കും, വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല. ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് പറയാം. എന്നിട്ട് നിങ്ങൾക്കൊരു പാർട്ട്ണറെ അങ്ങനെ കണ്ടെത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.